ഈ വീഡിയോയിൽ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ തുടങ്ങാം. നമ്മളുടെ യഥാർത്ഥ ശത്രു ഡിപ്പെൻഡൻസി ആണെന്നാണ് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഡിപ്പെൻഡൻസിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് രാജ്യം ഇപ്പൊ മുന്നോട്ടെടുത്തിരിക്കുന്ന ആ ഒരു ദൗത്യം. ഡിപ്പെൻഡൻസി ഒഴിവാക്കുക, അത് അമേരിക്കയിലെ ജോലിയാണെങ്കിലും ശരി തന്നെ, അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന കച്ചവടമാണെങ്കിലും ശരി തന്നെ, എല്ലാത്തിനും ഈക്വൽ ആയിട്ട് തന്നെ കാണുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ ഈ വാർത്ത തുടങ്ങാം. അതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് മൊറോക്കോ സന്ദർശിക്കുകയാണ്. വരുന്ന 22-23 ദിവസങ്ങളിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മൊറോക്കോ അറിയാലോ, ഇന്ത്യയുമായിട്ട് ഡിഫൻസ് മേഖലയിൽ നല്ല രീതിയിൽ സഹകരണമുള്ള രാജ്യമാണ് മൊറോക്കോ. നമ്മുടെ ടാറ്റ നിർമ്മിക്കുന്ന ആമോഡ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് മൊറോക്കോ. തീർച്ചയായിട്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു സന്ദർശനം. ടെസ്ലയും SRAM അതുപോലെ MRAM ഈ കമ്പനികൾ ചേർന്ന് ഇന്ത്യക്കുള്ളിൽ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റോട് കൂടി EV ബാറ്ററി മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട്. അതായത് അമേരിക്കയ്ക്കുള്ളിൽ കമ്പനികൾ വേണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ഈ രീതിയിലുള്ള നിലപാടുകൾ കൊണ്ട് പല കമ്പനികളും അമേരിക്ക വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല കമ്പനികളും ഈ 4 വർഷത്തേക്കെങ്കിലും മാറി ചിന്തിക്കും. ഈ 4 വർഷത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ചില്ലറയായിരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിക്കേണ്ട പൈസയൊക്കെ ബക്കറ്റ് പിരിവ് നടത്തി ഖജനാവിലേക്ക് ഇങ്ങനെ ചേർത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ശേഖരിച്ച് വരുമ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു ശേഖരിപ്പ് ഇച്ചിരി കുറഞ്ഞു വരും. ഇതെന്താണ് ഖജനാവിലേക്കുള്ള വരവ് ഇച്ചിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം വൈകിട്ടുണ്ടാവും. അതിന്റെ ഒരു സാധാരണ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ H1B വിസ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ H1B വിസ, ടൂറിസ്റ്റ് വിസ, സ്റ്റുഡൻസ് വിസ ഇതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ആ രാജ്യത്ത് ഉണ്ടാകുന്ന ആ ഒരു എക്കണോമിക് ബൂമിംഗ് ഉണ്ടല്ലോ, അത് ചെറുതല്ല. കാരണം ഈ ചെറുകിട വ്യവസായികൾ എന്ന് പറഞ്ഞാല് അവിടെ ആൾക്കാർ പോയി താമസിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ കമോഡിറ്റി ഉണ്ടാകുന്നത്. അവിടെ പോയി ആൾക്കാർ താമസിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ ലോക്കൽ പർച്ചേസ് ഉണ്ടാകുന്നത്. ഒരു രാജ്യത്ത് അമേരിക്കക്കാർ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാൾക്കാർ ഇപ്പൊ എന്താണ് ടൂറിസം? ഈ ടൂറിസത്തിനൊക്കെ ആൾക്കാർ പോയാലല്ലേ ആ രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോറിൻ കറൻസി അതേപോലത്തെ പൈസ കൂടുതൽ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ H1B വിസയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാല് അവിടെ ഒരുപാട് പർച്ചേസിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അതായത് അവിടുത്തെ മാർക്കറ്റ് ചലിക്കാൻ ഒരു കാരണം കൂടിയാണ് ഇവര്. ഞാനിപ്പോ H1B വിസക്കാരെ മാത്രമല്ല പറയുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും കൂടുതൽ ആൾക്കാരെ പുറത്താക്കുമ്പോൾ അവരോടൊപ്പം ആ രാജ്യത്തിന് കിട്ടുന്ന കച്ചവടം കൂടിയാണ് ഒഴിവാക്കപ്പെടുന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം $1000 താഴെ മതി ശമ്പളം. പക്ഷെ അതേസമയം ഒരു വിയറ്റ്നാം ടെക്കിക്ക് $1000 മുകളിൽ കൊടുക്കണം. ഒരു ചൈനീസ് ടെക്കിക്ക് $3000 മുകളിൽ കൊടുക്കണം. അതേപോലെ ഒരു അമേരിക്കക്കാരനെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസസ് $9000 ഇങ്ങനെയൊക്കെ ചില നൂലാമാലകളിന്റെ ഉള്ളിലുണ്ട്. ഒരു അമേരിക്കക്കാരനെ വെച്ച് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൈലി എക്സ്പെൻസീവ് ആണ് കമ്പനികൾക്ക്. ഇപ്പം ഈ H1B വിസയിൽ ആൾക്കാരെ പുറത്താക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ത്യയിലെ മാസീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട്, 140 കോടി ജനങ്ങളുണ്ട്. അപ്പൊ അതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 72% എന്ന് പറയുന്നത് ഒരു 3,20,000 എന്നുള്ള ഒരു നമ്പറാണ് വരുന്നത് വെച്ചോ. പക്ഷെ അതേസമയം ചൈന, ഫിലിപ്പൈൻസ്, സൗത്ത് കൊറിയ ഇതേപോലത്തെ രാജ്യങ്ങളൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് ചൈനയെ ഒരു സൈഡിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ പോപ്പുലേഷൻ അനുസരിച്ച് ആ ഒരു നമ്പർ തന്നെ വലിയ ഒരു നമ്പറാണ്. സൗത്ത് കൊറിയയ്ക്ക് അവരുടെ അസ്വസ്ഥത ഓൾറെഡി തന്നെ പ്രകടിപ്പിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് 340 മില്യൺ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കുറച്ച് വർക്കേഴ്സിനെ ഈ ഹൂണ്ടായി ഫാക്ടറിയിൽ നിന്നും പിടിച്ച് അവരെ വളരെ ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറി അവരെ ഡീപ്പോർട്ട് ചെയ്തത്. ഈവൻ ഞങ്ങൾ പോയി എടുക്കാമെന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അടുത്ത ഇൻസിഡന്റ് ആയിട്ടുള്ള ഈ ഒരു H1B വിസയ്ക്ക് $1,00,000 ഫീസ് ഈടാക്കുന്നത്. ഇതിനും സൗത്ത് കൊറിയ അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും. ഇന്ത്യ പറയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇന്ത്യ അങ്ങനെ പറയുള്ളൂ, ഇന്ത്യ ഡിസ്കസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇന്ത്യക്ക് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല പോയി ഈ ഒരു വിഷയത്തിൽ ഡിസ്കഷൻ നടത്താൻ. പക്ഷേ ഈ വിസ എന്നുള്ളത് ഒരു രാജ്യത്തിലേക്കുള്ള എൻട്രിയാണ്. ഇപ്പൊ നാളെ അമേരിക്കക്കാർ ഇന്ത്യയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിസയുടെ കോസ്റ്റ് ഉയർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ അതുപോലെയൊക്കെ തന്നെ, അതായത് ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലാണ്. അപ്പൊ അതേ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിസയുടെ ആ കോസ്റ്റ് $1,00,000 എന്ന് പറയുന്നത് വളരെ ഭീമമായ ഒരു തുകയാണ്. ലോകത്ത് ഒരു രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു തുകയുമാണ്, ഒരു പദ്ധതിയുമാണ്. അപ്പൊ അങ്ങനെ വിചിത്രമായ ഒരു പദ്ധതി ആയതുകൊണ്ട് ആ പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില നെഗോസിയേഷൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതിലുപരിയായിട്ട് പ്രൈവറ്റ് കമ്പനികളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നെഗോസിയേഷനും ഇന്ത്യ ഇടപെടില്ല എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത്. താലേസ് എന്ന് പറഞ്ഞ കമ്പനിയും ഇൻഡിഗോ ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനി, 2 കമ്പനിയും കൂടി ഒരു കോൺട്രാക്ട്, ഇത് 11 ഇയർ ഏവിയോണിക്സ് കോൺട്രാക്ട് ആണ്. ഈ 11 ഇയറിന് 1200+ ജെറ്റിന്റെ സർവീസുകൾ ഇവർ നോക്കി കൊടുക്കും.
ഈ രണ്ട് കമ്പനികളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. നിലവിലെ ഇൻഡിഗോ എയർലൈൻസ് കീപ്പ് ചെയ്യുന്ന A320 എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലൈറ്റിന്റെ കംപ്ലീറ്റ് റിപ്പയറും മെയിന്റനൻസും ഇവർ നോക്കിക്കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വരുന്ന 5 വർഷത്തേക്ക്. ഈ 11 വർഷത്തെ കരാർ എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇൻഡിഗോ കുറച്ച് ഫ്ലൈറ്റുകൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഹീത്രൂ ബെർലിൻ എയർപോർട്ടിൽ ശരിക്കും സൈബർ അറ്റാക്ക്. ലണ്ടൻ ഹീത്രൂവിലും അതേപോലെ ബെർലിനിലും ബ്രസൽസിലും ഈ എയർപോർട്ടുകളിലൊക്കെ യൂറോപ്പ് മേഖലയിൽ തന്നെ സൈബർ അറ്റാക്ക് നടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സൈബർ അറ്റാക്കിൽ കംപ്ലീറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ തകരാറിലായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് യൂറോപ്യൻ യൂണിയൻ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് റഷ്യയാണ്. റഷ്യ ആയിരിക്കും ഇതിന്റെ പുറകിൽ എന്നാണ് അവര് ശക്തമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷെ അതിന് തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു ആരോപണം പോകുന്നത് റഷ്യക്കെതിരെയാണ്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ, ഹീത്രൂ, അതേപോലെ ബ്രസൽസ്, ബെർലിൻ ഇവിടെ എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം അനുഭവപ്പെട്ടതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് ലണ്ടനിൽ നിന്ന് സർവീസ് നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റും ഈ ഒരു സൈബർ അറ്റാക്കിൽ പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കൺസോളുകൾ ഒന്നും തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷെ എയർപോർട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഡിലേ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർലൈൻസിനെയും ബാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു ചർച്ച വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനകത്ത് അജിത് ഡോവൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അജിത് ഡോവലുമായിട്ട് സെക്യൂരിറ്റി കൺസേണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നല്ല രീതിയിലുള്ള ചർച്ച, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചർച്ചയാണ് നടന്നത്. കാനഡ ശരിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്ക ഇങ്ങനെ താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കാനഡ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. കാനഡ അമേരിക്കയുടെ ഈ ഒരു താരിഫിനെ പല രീതിയിൽ മുതലെടുക്കുകയാണ്. ആ മുതലെടുപ്പ് ട്രംപ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിഷയം. ഇയാൾക്ക് ഒരു രീതിയിലുള്ള ബോധവും ഇല്ലെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഒരു ഫോൺ കോൾ കോൺവെർസേഷൻ, അതിൽ സൗദി അറേബ്യ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനുമായിട്ട് നടത്തിയ ഡീൽ ഇന്ത്യയെ ബാധിക്കില്ല, ഇന്ത്യയുമായിട്ട് സൗദി അറേബ്യക്കുള്ള ബന്ധം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ബന്ധമാണെന്നുള്ളത് ധരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞു വെച്ചിരിക്കുന്നത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഫൈനലൈസ്ഡ് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദി ചിപ്പ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും, ഇന്ത്യയെ ചിപ്പിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറ്റും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സഫ്രാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി ടർബോ ഫാൻ, അതായത് തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ ടർബോ ഫാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഗ്രീസ് ബൈലേറ്ററൽ നേവൽ എക്സസൈസ്, ഒരു മിലിറ്ററി ഡ്രില്ല് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇത് നടന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഇത് ഫുൾഫിൽ ആയത്. 13-ാം തീയതി തുടങ്ങി 18-ാം തീയതി അവസാനിച്ചതാണ്. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ഡിഫൻസ് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ് ഗ്രീസുമായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു നേവൽ ഡ്രില്ല് തുർക്കിയെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ റഷ്യ ഇന്ത്യക്കുള്ളിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സാമഗ്രികളും A to Z നമുക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോൺട്രാക്ട് LNT ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. LNT കമ്പനി, ലാർസൻ ആൻഡ് ടൗബ്രോ എന്ന് പറഞ്ഞ ഈ കമ്പനി ഇതിനെ ഏറ്റെടുത്ത് ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യക്കുള്ളിൽ ഈ എനർജി റീപ്ലേസ്മെന്റ് 500 ഗിഗാവാട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 2030-നുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റുകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. POK മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീവ്രവാദികൾ ഒരു സൈഡിൽ, അതേപോലെ തന്നെ തീവ്രവാദികളല്ലാത്ത പൊതുജനങ്ങൾ ഒരു സൈഡിൽ, ആ രീതിയിലാണ് ഇപ്പം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൃത്യമായിട്ട് ഈ തീവ്രവാദികളുടെ സ്പോട്ടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒരു അലേർട്ട് കിട്ടിയിട്ടുണ്ട്. അവര് കുറച്ചുകൂടെ അവയർനെസ് ആണ്. ഇപ്പൊ അവര് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് തീവ്രവാദികൾ മാത്രമായിട്ട് ഈ POKയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് അവിടെ ഏതാണ്ട് 50-55 ലക്ഷം ജനങ്ങളുണ്ട്. ഇവർ എങ്ങനെ അവിടെ നിന്ന് മാറിപ്പോവും? ഇവരെങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് പോവോ, ഇല്ലെങ്കിൽ ഇവർ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് പോവോ, ഏത് രീതിയിൽ പോകുന്നു നമുക്ക് ഒരു പിടുത്തമില്ല. പക്ഷേ POK മേഖല ഇച്ചിരി അസ്വസ്ഥമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും POK നമ്മളങ്ങ് കയറി ഇമീഡിയറ്റ് ആയിട്ട് പിടിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരുപാട് റിസ്ക് പിടിച്ച പണിയാണ്. നമ്മൾ ശരിക്കും ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്, അതാണ് ചെയ്യേണ്ടത്. കാരണം അവര് സ്വയമേ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻട്രൽ ഏഷ്യ ഭാഗത്തേക്കുള്ള റൂട്ട് ക്ലിയർ ആയി കിട്ടും. സെൻട്രൽ ഏഷ്യ ഭാഗത്തേക്ക് നമുക്ക് ആ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവിടെ ഒരു കണക്ടിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ഇറാനിലെ സാങ്ഷനോ ചാബഹാർ പോർട്ടിൽ ആ ഒരു ലോങ് റൂട്ടോ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ POK എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അതാണ് ഇന്ത്യയുടെ കീ.
ആ ഒരു കീ കിട്ടിക്കഴിഞ്ഞാൽ, ആ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെസ്റ്റ് ഏഷ്യയിലും മൊത്തത്തിൽ നമുക്ക് ഇറങ്ങി കച്ചവടം ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഓപ്പൺ വേ ആണ് അവിടെ അടഞ്ഞു കിടക്കുന്നത് ഈ POKയിൽ. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശരിക്കും ഇന്ത്യ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് ഈ POK അന്ന് തന്നെ കയറി പിടിക്കണമായിരുന്നു. അത് പിടിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ഒരു ലൊക്കേഷൻ ജിയോ പൊളിറ്റിക്കലി തന്നെ വളരെയധികം പ്രാധാന്യം നേടിയേനെ. എനിവേ, ഇനിയിപ്പോ പോയ ബുദ്ധി നമ്മൾ ഇനിയിപ്പം തിരിച്ചു പിടിക്കാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു മേഖല സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മേഖല ഇന്ത്യയുടെ കയ്യിൽ വരേണ്ടതിന്റെ കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് കൊണ്ടു നടക്കുന്ന ഇന്ത്യ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മേഖല കൈയടക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും അത് സംഭവിക്കും എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.